ക്രിസ്മസ് റിലീസുകളിലെ എതിരാളികളില്ലാതെ കുതിച്ച് മോഹൻലാലിന്റെ നേര്. അത്യപൂർവമായ കളക്ഷനാണ് ചിത്രത്തിന് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടാം വാരത്തിലേക്കാണ് ചിത്രം പ്രവേശിച്ചിരിക്കുന്നത്. സ്ക്രീനുകളില് വൻ വർധനവാണ് രണ്ടാം വാരത്തിലുണ്ടായിരിക്കുന്നത്. ആദ്യ ദിനം കേരളത്തില് നിന്ന് മാത്രം 2.8 കോടിയാണ് ചിത്രം കളക്ട് ചെയ്തത്. രണ്ടാം ദിനത്തില് 2.1 കോടിയും മൂന്നാം ദിനത്തില് 3 കോടിയുമാണ് ചിത്രം കളക്ട് ചെയ്തത്. 8 ദിവസം കൊണ്ട് 23.8 കോടിയാണ് കേരളത്തില് നിന്ന് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തില് സലാർ ഉയർത്തുന്ന ഭീഷണിയെ മറികടന്നാണ് നേര് കുതിക്കുന്നത്. കൊച്ചിന് മൾട്ടിപ്ലക്സില് അടക്കം ചിത്രം വൻ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ്. 8ാം ദിനമായ രണ്ടാം വ്യാഴാഴ്ച ചിത്രം 2.5 കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ആഗോള തലത്തില് ചിത്രം 50 കോടിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ്. 9ാം ദിനത്തില് ചിത്രം ആ നേട്ടം സ്വന്തമാക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ചിത്രത്തിന് ഇന്ന് മുതൽ കൂടുതൽ ഷോകളും കേരളത്തില് ലഭിച്ചിരിക്കുകയാണ്. വെറും 200 സ്ക്രീനിലായിരുന്നു നേര് റിലീസ് ചെയ്തത്. ഇന്ന് മുതൽ 150 സ്ക്രീനുകൾ കൂടി ചിത്രത്തിന് ലഭിക്കും. സലാര് കളിച്ചിരുന്ന തിയേറ്ററുകള് പലതും നേര് പ്രദർശിപ്പിക്കും. ക്രിസ്മസ് റിലീസുകളില് വലിയ പ്രതീക്ഷയില്ലാതിരുന്ന തിയേറ്ററുകൾക്ക് പുത്തനുണർവായി നേര് മാറിയിരിക്കുകയാണ്. കണ്ണൂര് സ്ക്വാഡിനും ലിയോയ്ക്കും ശേഷം കേരള ബോക്സ് ഓഫീസില് വമ്പന ഹിറ്റാവുന്ന ചിത്രമാണ് നേര്. വിദേശ മാർക്കറ്റുകളിലും നേരിന് കൂടുതൽ സ്ക്രീനുകൾ ലഭിക്കും. ഇതുവരെ 48 കോടിയിൽ അധികം ചിത്രം നേടിയിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകര് ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതുവരെ ഓവർസീസ് കളക്ഷനായി 19.85 കോടി ചിത്രം നേടിയിട്ടുണ്ട്. ഈ വർഷം ആഗോള തലത്തില് 2018, കണ്ണൂര് സ്ക്വാഡ് എന്നിവയാണ് വമ്പന് കളക്ഷന് നേടിയ ചിത്രങ്ങള്. കേരളത്തിലെ നൈറ്റ് ഷോകൾക്കാണ് ഒക്കുപ്പൻസി കൂടുതലുള്ളത്. കൊച്ചിയും കോഴിക്കോടുമാണ് നഗരങ്ങളില് ഒക്കുപ്പൻസിയില് മുന്നിലുള്ളത്. കോട്ടയം, തൃശൂർ എന്നിവിടങ്ങളില് ചിത്രത്തിന് മികച്ച ഒക്കുപ്പൻസിയുണ്ട്. ആഗോള തലത്തിലും അതുപോലെ കേരളത്തിലും അടുത്ത കാലത്ത് ഒരു മോഹൻലാല് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ലഭിച്ചിരിക്കുന്നത്. കൊച്ചി മൾട്ടിപ്ലക്സുകളില് മിന്നുന്ന പ്രകടനമാണ് ചിത്രം കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതുവരെ 48,000 ടിക്കറ്റുകളാണ്